അങ്ങനെ ഞാനും ആദ്യം തിരുപ്പൂർക്ക് പോകണം. സമയം ഇപ്പോൾ ഏകദേശം 2 മണി 2:30 ആണ്. ഒരു എനർജി ഇല്ലാത്ത മാതിരി. ഇംഗ്ലീഷ് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു വിഷയം. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷ് ഭയങ്കര വീക്കായി. അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞാനൊരു കമ്പനി കയറിയപ്പോൾ പിന്നെ ഫ്രീലാൻസ് വർക്ക് എടുക്കുമ്പോൾ നമ്മൾ ക്ലയൻസിനൊക്കെ നമുക്ക് മീറ്റിംഗ് ഇടുമ്പോൾ ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ നമുക്കെന്ത് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അവിടെ ഒരു കോൺഫിഡൻസിൻ്റെ കുറവ്. അതായത് നമുക്ക് സംസാരിക്കണം എന്നുണ്ടാവും, പക്ഷെ സംസാരിക്കാൻ വാക്കുകൾ കിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസാണ്. അപ്പോൾ നമ്മളെങ്ങനെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊള്ളായി. അപ്പം നമ്മളെങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് സെറ്റാക്കിയാൽ നമുക്ക് എന്താ ചെയ്യുക, കുറച്ചും കൂടി നമ്മൾ ചാൻസ് നമുക്ക് എന്താ ചെയ്യുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഒരിത് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യം റിക്വയർമെൻറ്റ് നമ്മൾ ക്ലയൻറ്റ് ഒരു കാര്യം പറഞ്ഞു, അത് നമ്മളപ്പോൾ എഴുതി വെച്ച് ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ പോലെ പറയും നമ്മളിതല്ലല്ലോ പറഞ്ഞു ഇനി എന്നുള്ളൊരു. ഇപ്പോൾ ടീഷർട്ടിൻ്റെ സാധനത്തിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നമ്മൾ സ്മോൾ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ ഓരോ സൈസും സംസാരിച്ചിനി. പിന്നെ അവർ റിക്വയർമെൻറ്റ് ഫൈനലൈസ് ചെയ്യുമ്പോൾ അതിൽ മീഡിയം ലാർജ് എക്സൽ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഞാനാണത് ശ്രദ്ധിച്ചിട്ടുമില്ല അതിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. സാധനം പഠിച്ചു വന്നപ്പോൾ എന്താ സ്മോളും ഇല്ല ഡബിൾ എക്സലും ഇല്ല, മീഡിയം ലാർജും എക്സലും ഉണ്ട്. ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. എങ്ങനെ ഇപ്പോൾ പരിഹരിക്കുക? അങ്ങനെ പിന്നെ നമ്മൾ പഠിച്ച ജോലി തന്നെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ എൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അറബി കോളേജിലാണ് പോയത്. പിന്നെന്താ അറിയോ, പഠിച്ച ജോലി തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ പഠിച്ച സാധനത്ത് തന്നെ നമ്മളിങ്ങനെ മാറി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 എടുത്ത് അറബി കോളേജിലാണ്. അറബി കോളേജിൽ പ്രിലിമിനറി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ഈ കൊറോണൻ്റെ സമയമാണ്. അപ്പോൾ എനിക്ക് ഈ സൂം യൂട്യൂബ് ഇതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഇങ്ങനെ കയറിക്കുന്ന സമയം. അപ്പോൾ എനിക്ക് അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ എന്താക്കി ഒരു ഡെവലപ്മെൻറ്റിന് കോഴ്സ് എടുത്ത്. അതായത് നമ്മൾ കൊറോണൻ്റെ സമയത്ത് ക്ലാസ്സൊക്കെ സൂമിലായല്ലോ, യൂട്യൂബായി. പിന്നെ യൂട്യൂബിൽ ഓരോരുത്തർ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ എന്താക്കി അത് പഠിക്കാൻ പോയി. അത് പഠിച്ച് ഏകദേശം ഒരു 2 വർഷം അതിൻ്റെ ഫീൽഡിൽ ജോലി ചെയ്ത് ഡെവലപ്പറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, എന്താണ് പറയുക, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെയാണ് ഒരു വെബ്സൈറ്റ്, ഒരു സാസ് പ്രോഡക്റ്റ് ഉണ്ടാക്കി, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഫുഡ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഫുഡ് പ്രോഡക്റ്റ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് കുറച്ച് സെയിൽസൊക്കെ നടത്തി, പക്ഷെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെയാണ്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ക്ലോത്തിങ്ങിൻ്റെ മേഖലയ്ക്ക് വരുന്നത്. അങ്ങനെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, ഏതെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാവും. പക്ഷെ ഞാൻ പഠിച്ചത് അറബി കോളേജിലും വർക്ക് ചെയ്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടീഷർട്ടിൻ്റെ ബ്രാൻഡ്. അതിലെന്താ പറയാനുള്ളത്? അതിലിപ്പോൾ ഒന്നുമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ പറയണ ഞാനോ ചിലപ്പോൾ കേൾക്കണം ആരങ്ങനെ വലിയ പെർഫെക്റ്റ് ഒന്നുമില്ല. എല്ലാവർക്കും തെറ്റ് പറ്റും, മിസ്റ്റേക്കൊക്കെ പറ്റും. പക്ഷേ അത് മനസ്സിലാക്കിയിട്ട് തിരുത്താനുള്ളൊരു അന്തം വേണം, എന്നാലും റെഡി ആവണം. മറ്റേത് നമ്മളിങ്ങനെ തെറ്റായ ദിശയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ നിൽക്കും, അത് വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഐഡിയ കിട്ടുക. നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ കിടന്നു തുടങ്ങിയിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നതും നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത്
എവിടെയെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടുന്നതും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സാധനമൊക്കെ വാങ്ങി പാർസലയച്ച് ഞായറാഴ്ച അതുകൊണ്ട് കുറച്ച് കുടുങ്ങിയില്ലേ? കാരണം എല്ലാ ഷോപ്പും ക്ലോസ് കഴിഞ്ഞ്, പിന്നെ കൊറിയറിൻ്റെ സർവീസും അതും അവിടെ ക്ലോസ് കഴിഞ്ഞ്. എന്നാലും നിനക്ക് എന്തൊക്കെയോ കാട്ടിയേണ്ട ആക്സികൾ ഇവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം. എല്ലാവരും വെബ്സൈറ്റൊക്കെ ഒന്ന് കയറി നോക്കാം കേട്ടോ.